ബിഗ് ബോസ് എന്തൊക്കെയാടേ വെളിയിൽ നടക്കുന്നത്? എന്താ പറ, എനിക്കറിയില്ല. ഒരു സൈഡില് ജാസ്മിന്റെ ആർമി. എന്തൊരു ആർമി അല്ല, എന്താണത്? എടേ, വേലി ചാടിയ പശു കോല കൊണ്ട് ചാവുന്നൊരു ചൊല്ലുണ്ട്, നീ ഓർമ്മയിൽ വെച്ചോ. എടാ, നിങ്ങൾ അവരെ സപ്പോർട്ടർ ആണെങ്കിൽ പുള്ളിക്കാരിയെ വോട്ട് ചെയ്യുക, പുള്ളിക്കാരിക്ക് വോട്ട് ചെയ്യാനുള്ള പോസ്റ്റർ അടിക്കുക, അത് മാക്സിമം പബ്ലിസൈസ് ചെയ്യുക. നമുക്ക് ഉപകാരമുള്ളവരുടെ മുമ്പിൽ മാത്രം നമ്മൾ നല്ലതായ മതി. അവരുടെ മുമ്പിൽ എന്ത് ചെറ്റത്തരം കാണിച്ചും നമ്മൾ നല്ലതായിരിക്കുകയും വേണം. അങ്ങനെയൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ജാസ്മിന്റെ പേരിൽ വല്ല അന്നദാനോ അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യട. എന്തിനാണ് ഈ വന്നിരുന്ന ആൾക്കാരെ ചീത്ത വിളിക്കുന്നത്? കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ അവരുടെ കയ്യിലൊരു വൃത്തികെട്ട സ്വഭാവം. അല്ല, എനിക്ക് ഒന്നും ഈ ചീത്ത വിളിക്കുന്നവരെ മൈൻഡ് ചെയ്തെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഹാർദവമായിട്ട്. പക്ഷെ ഈ പെണ്ണുമ്പോഴൊക്കെ വീട്ടിലിരുന്നാ പോരെ. നിന്റെ കോൺഫിഡൻസ് കുറച്ച് ഓവറാണ് കേട്ടോ. ചിലപ്പോഴൊക്കെ കണ്ണിപ്പെടുവിടെ, പറയാൻ പറ്റൂല. എന്തിനാണെങ്കിലും മോശമാണ്. നിൽക്കുന്നത് ആരാണെന്നാ വിചാരം? മാടപ്രാവിന്റെ ഹൃദയം പോലെ തോന്നിക്കുന്ന ലോകൈക ചെറ്റയാ. പിന്നെ അഫ്സൽ എന്ന് പറഞ്ഞ ചെറുക്കൻ പിന്നെ വന്ന് എക്സ്പ്ലനേഷൻ. ഇതെന്തിനാണ് ഇതൊക്കെ? എന്തോന്നാണ് ഇതൊക്കെ? എന്തായാലും എന്റെ കച്ചവടം പൊളിയും. എനിക്കറിയില്ല ഇവൻ ആരാന്ന്. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, അതിന് ചേർന്ന പോലെ നീയും. നോക്കൂ നോക്കൂ, നീ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നോ? ഒരു ബിഗ് ബോസും അതിന്റെ കുറെ സാധനങ്ങളും അതിന്റെ കുറെ ആർമികൾ. എന്തിനാ ആർമി? നിങ്ങൾക്കൊന്നും മര്യാദക്കൊക്കെ ഒന്ന് നടന്നുകൂടെ? നിങ്ങളെ പറ്റി മൊത്തം പ്രശ്നമാണല്ലോ. അതൊക്കെ അത്രയ്ക്ക് ആർമി മുട്ടി കിടക്കുകയാണെങ്കിൽ പോടെ LOCയില്. ടിവിയില് നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ കാണാറുണ്ട്. സമ്മതിക്കണം, നാട്ടുകാരെ മുഴുവൻ മണ്ടന്മാരാക്കി വലിച്ചെന്ന് നിന്നെ ഒരു മണ്ടിയാക്കണം എന്നുള്ളത് എനിക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു. നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾ ചെയ്യ ആർമി പരിപാടി. എന്തിനാ? അതൊക്കെയാണ് ആർമി. നിങ്ങൾ വെറുതെ ഇങ്ങനെ ആർമി എന്ന് പറയും. ഫോളോവേഴ്സ് എന്നൊക്കെ പറയട്ടെ, അതിനൊരു ഇത് മീനിങ് ഉണ്ട്. ഫോളോവേഴ്സ്, സപ്പോർട്ടർ എന്നൊക്കെ പറയുമ്പോ ഇത് സോഷ്യൽ മീഡിയയിലിട്ടാ വൈറലാവുന്നുള്ള കാര്യം ഉറപ്പാ. നല്ല മൈലേജും കിട്ടും, കുറെ ഫാൻസും കൂടും. ഓക്കെ, ഈ ആർമി എന്നൊക്കെ പറയണ ആ വാക്കിനൊക്കെ ഒരു വാല്യൂ ഉണ്ട് മക്കളെ, പ്ലീസ്. അത് അങ്ങനെ കുറെ എണ്ണം അത് കളഞ്ഞു വിളിക്കരുത്. വെറുതെ ചീത്ത വിളിക്കുന്നതല്ല, ഒരുമാതിരി വെട്ടിക്കിളി ആക്രമണം അല്ല ആർമി ചെയ്യുന്നത്. കിണിച്ചോ, താൻ കിണിച്ചോ, ഇതെന്റെ അവസാനത്തെ കിണിയാ. പിന്നെ താനും ഒന്ന് കുളിച്ച് റെഡിയായിട്ട് നിന്നോ.